ചെമ്മാനപ്പൂവിരിപ്പിൽ പണ്ടുത്തരാടം പിറന്നേ, ഉത്തരടക്കളത്തിൽ എത്തും മാവേലി തമ്പുരാനേ. ചെമ്മാനപ്പൂവിരിപ്പിൽ പണ്ടുത്തരാടം പിറന്നേ, ഉത്തരടക്കളത്തിൽ എത്തും മാവേലി തമ്പുരാനേ. എന്തെല്ലാം കാഴ്ചയുണ്ട് താര കണ്ടൊന്ന് തന്തോയിക്കാൻ, കൊട്ടും കൊരവയുണ്ടേ താര ഒട്ടേറെ ഘോഷമുണ്ടേ. ഓണം വന്നോണം വന്നേ പൊന്നോണം വന്നേ, ഓണം വന്നോണം വന്നേ പൊന്നോണം വന്നേ. ഇത്താം തൈതാര തകതൈതകതാര, ഇത്താം തൈതാര തകതയ്യത്തിനും താര, ഇത്താം തൈതാര തകതൈതകതാര, ഇത്താം തൈതാര തകതയ്യത്തിനും താര, ഇത്താം തൈതാര തകതൈതകതാര, ഇത്താം തൈതാര തകതയ്യത്തിനും താര, ഇത്താം തൈതാര തകതൈതകതാര, ഇത്താം തൈതാര തകതയ്യത്തിനും താര. അത്തം പൂത്തിറങ്ങി താര ഞഴിപ്പൂ വിരിഞ്ഞേ, ചിത്തിര കതിരു കണ്ടേ താര ചന്ദിരം പൂത്തും പോലെ. ഇത്താം തൈതാര തകതൈതകതാര, ഇത്താം തൈതാര തകതയ്യത്തിനും താര, ഇത്താം തൈതാര തകതൈതകതാര, ഇത്താം തൈതാര തകതയ്യത്തിനും താര. ചെമ്മാനപ്പൂവിരിപ്പിൽ പണ്ടുത്തരാടം പിറന്നേ, ഉത്തരാടക്കളത്തിൽ എത്തും മാവേലി തമ്പുരാനേ. ഇത്താം തൈതാര തകതൈതകതാര, ഇത്താം തൈതാര തകതയ്യത്തിനും താര, ഇത്താം തൈതാര തകതൈതകതാര, ഇത്താം തൈതാര തകതയ്യത്തിനും താര. ആരെല്ലാം പൂവറിഞ്ഞു താര, ആരെല്ലാം കാവറിഞ്ഞു, ആരൊക്കെ തലയുറങ്ങി തുള്ളാനിയൊരു പൊൻകളത്തിൽ. ഇത്താം തൈതാര തകതൈതകതാര, ഇത്താം തൈതാര തകതയ്യത്തിനും താര, ഇത്താം തൈതാര തകതൈതകതാര, ഇത്താം തൈതാര തകതയ്യത്തിനും താര, ഇത്താം തൈതാര തകതൈതകതാര, ഇത്താം തൈതാര തകതയ്യത്തിനും താര, തകതയ്യത്തിനും താര, തകതയ്യത്തിനും താര. എല്ലാവർക്കും നല്ല നമസ്കാരം. തിരിച്ചൊരു നമസ്കാരം തരുമോ? നമസ്കാരം. ഒന്ന് ഒരു ലൗഡായിട്ട് നമുക്കൊരു സൗണ്ട്, ഒരു കൂക്കലൊക്കെ ആയിക്കോട്ടെ. റെഡിയല്ലേ? ആർപ്പോയ് അവിടെയൊക്കെ ഇറോ പറയണത്, ഇറോ. അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? ഞാൻ വീണ്ടും പറയട്ടെ, മസിൽ പിടിച്ച് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കേൾക്കാം ആസ്വദിക്കാം എന്ന് കരുതിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അങ്ങനെ വന്നിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഏറ്റവും പ്രിയപ്പെട്ട നല്ല സമയങ്ങളാണ്. ഞാൻ ഒരു ഫോക്ലോർ വിദ്യാർത്ഥിയാണ്, യൂണിവേഴ്സിറ്റി കാലിക്കറ്റിൽ PhD ചെയ്യുന്നു. നമ്മുടെ ആഘോഷങ്ങളെ പറ്റി പഠിക്കാറുണ്ട് നമ്മൾ, ഫെസ്റ്റിവൽ റിച്വൽസൊക്കെ. ഒരു പക്ഷേ അത് പറയുന്ന സമയത്ത് തന്നെ ആദ്യം എഴുതി വെച്ചത് എന്താണെന്നറിയോ? എന്തിനാണ് ഒരു ആഘോഷം എന്ന് ചോദിക്കുമ്പോൾ പരസ്പരം കാണാത്ത മനുഷ്യരെ, കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവരും കൂടി ഒന്നിക്കുന്ന, സ്വന്തം സന്തോഷങ്ങൾ പങ്കുവെക്കുന്ന, സ്വന്തം സങ്കടങ്ങൾ പറയുന്ന, ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരും കൂടെ ഇരിക്കുന്ന, അത്ര കണ്ട് ഭംഗിയായിട്ട് ചിരിക്കുന്ന, അതിഗംഭീരമായി കെട്ടിപ്പിടിക്കുന്ന ഒന്നാണ് ആഘോഷം എന്ന് പറയുന്നത്. അതാണ് ഓണം. സത്യത്തിൽ നാട്ടിൽ ഓണപ്പല്ല. നാട്ടിൽ രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്വിഗ്ഗിയോ സൊമാറ്റോയിലോ ഓർഡർ ചെയ്യും,
ഇല വീട്ടിലെത്തി, ഭക്ഷണം വീട്ടിലെത്തി. അന്ന് ഉച്ചയ്ക്കുള്ള ഏതെങ്കിലും ഏഷ്യാനെറ്റ് ഏതോ സിനിമ കണ്ട് അങ്ങനെ ഓണം കഴിഞ്ഞു. ഒരുപക്ഷെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താ കഴിഞ്ഞാൽ ഓണം ആഘോഷങ്ങളൊക്കെ ഇപ്പോൾ സത്യത്തിൽ പുറമെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യാവസ്ഥ. അതിനേറെ വലിയൊരു നേർക്കാഴ്ചയാണ് നയാഗ്രയിലേറെ പ്രിയപ്പെട്ടവരുടെ ഒരു ആഘോഷം. ഇതിന് നേതൃത്വം കൊടുത്തവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം ഉഷാറായിട്ട്. 2 കൈ ഉയർത്തിപ്പിടിച്ച് കയ്യടി വന്നോട്ടെ, 2 കൈ ഉയർത്തിപ്പിടിച്ച്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഒരു ആഘോഷത്തിൽ. ഏറെ പ്രിയപ്പെട്ട നയാഗ്ര മലയാളി സമാജത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ തന്നെ ആദ്യം തന്നെ ഏറെ സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. ഒരുപാട് പാട്ടുകൾ പങ്കുവെക്കാനുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ പാട്ടല്ല, നമ്മുടെ എല്ലാവരെയും പാട്ടാണ്. നേരത്തെ കണ്ട പോലെ കൂടിയിരുന്നിട്ട് ഒരു കാര്യമില്ല. എല്ലാവരും പരസ്പരം കൂടിയിരുന്ന് ഏറ്റുപാടി അതിഗംഭീരമായി പോകുന്ന ഒരു സെഷനാണ്. ഞാൻ മാത്രം നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ. എന്നെ കൊണ്ടാണ് ഇവിടെ നമ്മളെ അക്കമ്പനി ചെയ്യണത് ഏറെ പ്രിയപ്പെട്ട കണ്ണടയൊക്കെ വെച്ച് മറ്റേ എന്നെ മോഹൻലാൽ നിൽക്കണ പോലെ നിൽക്കേണ്ട എല്ലാവരും നമ്മുടെ നയാഗ്രയിലുള്ള തരംഗം നമ്മുടെ ടീമാണ്. നല്ലൊരു കയ്യടി കൊടുക്കുക എല്ലാവർക്കും വേണ്ടിയിട്ട്. ഞാൻ പുറമേയൊക്കെ ഒരുപക്ഷെ ഇതിനു മുൻപ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പരിപാടിക്ക് പോകുന്ന സമയത്ത് അവിടെ ടീമുകളുണ്ടെങ്കിൽ പോലും ഒരു മെറ്റൽ ബാൻഡും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക. ഒരു പക്ഷേ നാട്ടിൻ്റെ ഒരു തനത് സംസ്കൃതിയെ അതിനെയൊക്കെ തന്നെ അതിഗംഭീരമായിട്ട് കൊണ്ട് ഇതുപോലെ തന്നെ ഇവിടെ എല്ലാ സൈഡിലും പരിപാടികളൊക്കെ ആയിട്ട് ഉഷാറായിട്ട് മുന്നോട്ട് പോകണം. ഇവിടെ സത്യത്തിൽ നാട്ടിലാണ് എന്നുള്ളൊരു നഷ്ടം അവർക്ക് ഉണ്ടാവില്ല. എന്നും പരിപാടിയും യാത്രയും എല്ലാ ദിവസവും കാണണേ. ഞാൻ സത്യത്തിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു ഷോയുടെ ഭാഗമായിട്ട് എത്തേണ്ടതായിരുന്നു. ഒരു പക്ഷേ പല കാരണത്താൽ അത് നടന്നില്ല. ഞാൻ ഇപ്പോൾ വൈകിട്ട സത്യത്തിൽ അത് നടക്കാതെ നന്നായി ആലോചിക്കണേ. ഒരുപക്ഷെ അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇടയിൽ കൂടിയിരുന്ന ഒരാളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. നമ്മളെ കൂട്ടി ചേർത്ത് പിടിച്ചതിന് ഒരുപാട് സ്നേഹവും കിടപ്പാടും അറിയിച്ചിട്ട് നമുക്ക് മെല്ലെ മെല്ലെ ഓരോ പാട്ടിലൂടെ പോകാം. റെഡിയല്ലേ? റെഡിയല്ലേ എല്ലാവരും? നല്ലൊരു കയ്യടി തരും ഒരിക്കൽ കൂടി ഒന്ന് ഓണായിട്ട്. താങ്ക് യു. അടുത്തൊരു പാട്ട്, ഒരു സ്ലോ പാട്ടൊന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളി പാട്ടുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് എനിക്ക് പാടാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പാടാൻ പറയാറുള്ള ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളിലൊന്നാണ്. ആദ്യമായി മലയാള സിനിമയിൽ പാട്ട് പാടുന്നത് മമ്മൂട്ടിയുടെ പുഴു എന്നുള്ള സിനിമയിലൂടെയാണ്. ഒരു പക്ഷേ എല്ലാവർക്കും അറിയാം പാലാപ്പള്ളിയാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. കടുവ എന്നുള്ള സിനിമയിൽ തന്നെ എല്ലാവരും ഏറ്റെടുത്ത മറ്റൊരു പ്രിയപ്പെട്ട പാട്ടുകളിലൊന്നാണ് ഏറെ പ്രിയപ്പെട്ട ഗീവർഗീസ് പുണ്യാളൻ്റെ ഒരു കഥ പറയുന്ന പാൽവർണ്ണ കുതിരമേലിരുന്നൊരുത്തൻ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. ഒരു സ്ലോ ട്രാക്കാണ്. ആ ട്രാക്കിലൂടെ തുടങ്ങാം. റെഡിയല്ലേ? എല്ലാവരും കൈയടിച്ച് കൂടെ ഉണ്ടാവണം. ഫോണൊക്കെ മാറ്റി വെക്കാം, ആരും കൊണ്ടുപോകില്ല. താളത്തിൽ കൈയടിച്ചിട്ടൊപ്പം കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫുൾ എനർജിയിൽ റെഡിയാണല്ലോ? സ്റ്റാർട്ട് ചെയ്യാം. റെഡി? Yeah. പാൽവർണ്ണ കുതിരമേലിരുന്നൊരു തന്നിത പാമ്പിനെ എതിർക്കുവാൻ പുറപ്പെടുന്നേ. പണ്ടത്തെ ചരിതത്തിൽ സഹതായെ പോലവൻ നയടാൻ മനസ്സുകൊണ്ടൊരുക്കമായി. ഈ താളത്തിലൊരു കൈ. ചെറുകൊണ്ട് ഫണമുണ്ടെന്ന് അഹങ്കരിക്കും പാമ്പേ, ഇവയൊന്നും ചിരകാലം ഇരിപ്പതല്ല. പാരാകെ വിഷം തുപ്പും കൂടിയില പാമ്പേ ചൊല്ല്, നേരിനെ ജയിപ്പ നീ കരുത്തനാണോ? മനമാളമെടുക്കന്റെ പടക്കുതിര മതിയണ പോരാളിക്ക് തിളങ്ങും വേല്. കുതിരതൻ കാലിൽ ചുറ്റി പീഡിക്കും പാമ്പേ പീടി, കുതിരക്കുളം പഠിച്ചു കുതിക്കും വീരൻ. നിൻ വഴികളിൽ തടയിടും ശിലകളെതിര പൊരുതി, നിന്നെതിരിനായി അണയും ഈ വഴിയിൽ കനല് വിതറി. നീയുശിരുമായി കളമിതിൽ കളികൾ തുടരു നിന്നടൽ നീ അനുദിനം വിജയ വഴികൾ അണയുവാ. നീ വാ. 3 step.
അടിമുടി നിറയും പാമ്പേ മതികളി മതി മതി നിന്നാട്ടം രണ്ടാളിലെ ഒരുവൻ മണ്ണിൽ വീഴും വരെ ഇനി യുദ്ധം പകലുകളും രാവും താണ്ടി പട തുടരും നിന്നേരെ കുടിലതയെ പാടെ നീക്കാൻ ഒരു മഴു വീഴും മടിവേരിൽ മതമേറിയ വൈരം നിന്നിലെ വിഷമായി മാറുമ്പോൾ വിളയാട്ടത്തിന് തീർപ്പുണ്ടാക്കാൻ വരവായ വീരൻ കുതിരമേലിരുന്നൊരുത്തൻ ഇതാ പാമ്പിനെ എതിർക്കുവാൻ പുറപ്പെടുന്നേ പണ്ടത്തെ ചരിതത്തിൽ സഹതയ പോലവൻ നായാടൻ മനസ്സു കൊണ്ടൊരുക്കമായേ ചിറകുണ്ട് പണമുണ്ടെന്ന് അഹങ്കരിക്കും പാമ്പേ ഇവയൊന്നും ചിരകാലം ഇരിപ്പതല്ല പാരാകെ വിഷം തുപ്പും കൂടിയിലെ പാമ്പേ ചൊല്ലി നേരിനെ ജയിപ്പ നീ കരുത്തനാണോ താങ്ക് യു. അടുത്ത പാട്ടിലേക്ക് റെഡിയല്ലേ? അടുത്ത നമ്മളെ ഏട്ടന്മാരെ കൊണ്ട് തന്നെ തരംഗത്തിന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ട് നമുക്കൊരു അക്കൂസ്റ്റിക് പരിപാടി എല്ലാവരും കൂടി ഏറ്റുപാടാൻ കഴിയുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടിലൂടെ തുടങ്ങാം. റെഡി? എല്ലാവർക്കും ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും കേട്ടുള്ള പ്രിയപ്പെട്ട ഒരു നാടൻ പാട്ടുകളിലൊന്നാണ് കൈതോല പായ വിരിച്ച്, ഇല്ലേ? ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഏറ്റുപാടാൻ കഴിയുന്ന ഒരു പോർഷൻ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഏറ്റുപാടി പോവാം. റെഡിയല്ലേ? ഒന്ന് ട്രയൽ നോക്കാം. റെഡി? അവിടെ റെഡിയല്ലേ? മുന്നത്തെ വരി ഒക്കെ പ്രിയപ്പെട്ടവരാ. കുന്നത്തങ്ങാടി ഷാപ്പില് കേറി പള്ള നിറയെ കള്ളു കുടിച്ച് കുന്നത്തങ്ങാടി ഷാപ്പില് കേറി പള്ള നിറയെ കള്ളു കുടിച്ച് ആടിയാടിയപ്പോ വരും എൻ്റെ മവന്മാര് പൊന്നേ ആടിയാടിയപ്പോ വരും എൻ്റെ മവന്മാര് പൊന്നേ. അടുത്ത വരി എന്താ? ഓ ഒന്നുകൂടി എനർജി പാടും, ഉറപ്പല്ലേ? ഒന്നുള്ളുന്ന് വന്നോട്ടെ. ഇപ്പൊ പാടുണ്ട്. എങ്ങനെ പാടണമെന്ന് അറിയോ? അടുത്തുള്ള ആളെ നമ്മൾ അറിയണ ആളാ. ഉള്ള ശബ്ദം കേട്ടിട്ടുള്ള വില പോരതുകൊണ്ട് ഇങ്ങനെ പാടണം. തിരിഞ്ഞും കൂടി നോക്കില്ല. നേരത്തെ കൈയടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ ആൾക്കാർ പാട്ട് പാടിയ സമയത്ത് ഇപ്പൊ ഒന്നുകൂടി സ്റ്റാൻഡേർഡായി. ഇതാണ് എല്ലാവരുടെ പ്രശ്നം. പാടുന്ന സമയത്ത് നമ്മളൊന്ന് സ്റ്റാൻഡേർഡാവും. അതോടെ പോയി കാര്യം. ഒക്കെ അടുത്തറിയണവരാണ്, ഒക്കെ പ്രിയപ്പെട്ടവരാണ്. ഒന്നുറക്കെ പാടാ. റെഡിയല്ലേ? ഒന്നും കൂടി എനർജി പോരട്ടെ. ഒന്ന് ഉഷാറായി. ഇനി ഒന്ന് കൈയടിച്ച് പാടിയാലോ? ഒരു താളം നമുക്കൊരു ടെമ്പോ ക്രിയേറ്റ് ചെയ്യാം. റെഡി? എല്ലാവരും കൂടണം കേട്ടോ. നല്ല രസമുള്ളൂ. പേഴ്സൊക്കെ മാറ്റി വെക്കാം. ബാഗ് ആരും കൊണ്ടുപോകില്ല. ഉറപ്പ്? റെഡിയല്ലേ? 1 2 3 സ്റ്റാർട്ട്. All of you please join.
നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ, നോവുമ്പോ പച്ചല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ, നോവുമ്പോ പച്ചല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ, നോവുമ്പോ പച്ചല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ. കാതിരുമ്മിക്കാരമുള്ളോണ്ട് കാതുകുത്തണ നേരം, കാതിരുമ്മിക്കാരമുള്ളോണ്ട് കാതുകുത്തണ നേരം, നോവുമ്പോ പച്ചല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ, നോവുമ്പോ പച്ചല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ. ഒരു കൈയടി. നോവുമ്പോ പച്ചല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ, നോവുമ്പോ പച്ചല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ. എല്ലാവരും നല്ലൊരു കൈ. കാതിരുമ്മിക്കാരമുള്ളോണ്ട് കാതുകുത്തണ നേരം, കാതിരുമ്മിക്കാരമുള്ളോണ്ട് കാതുകുത്തണ നേരം, നോവുമ്പോ പച്ചല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ, നോവുമ്പോ പച്ചല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ, നോവുമ്പോ പച്ചല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ, നോവുമ്പോ പച്ചല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ. ഒന്നും കൂടി എനർജി ആവാ. ആ ബാക്കത്തെ ആ ടീമല്ലേ ഒന്നും ഇങ്ങോട്ട് പോരട്ടെ. ആ ഈ വഴി കൂടെ ഒന്ന് ഫ്രണ്ടിൽ പോരട്ടെ, പോരട്ടെ, പോരട്ടെ. റെഡിയല്ലേ? ഒന്ന് എനർജിയിൽ പാടുക, ഒന്ന് ടെമ്പോ കൂട്ടല്ലേ? റെഡിയല്ലേ? ഒന്നും കൂടി സ്പീഡായാലോ? ഇവിടെ ചിലവർക്കൊക്കെ ഒന്ന് എണീക്കണമെന്നോ അപ്പുറത്തേക്ക് പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഭാര്യ നോക്കി പേടിപ്പിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരെ. അപ്പുറത്തെ അയലോക്കാരും ഒരു കാര്യമില്ല കേട്ടോ. വീണ്ടും അല്ല അവരോട് പറഞ്ഞ ഒരാൾ റെഡിയല്ലേ? റെഡി. ഞാൻ വീണ്ടും പറയട്ടെ, ഈ കോവിഡിന്റെ സമയം എല്ലാവരും വീട്ടിലായിരുന്നു. ഞങ്ങളൊക്കെ ആകെ കുടുങ്ങിപ്പോയി. കാരണം കലാകാരന്മാർ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ കൂടുതൽ കോൺസേർട്ടുകളും പരിപാടി ഉണ്ടായി. കാരണം എന്താണെന്നറിയോ? മനുഷ്യർക്കൊക്കെ മനസ്സിലായി ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടതും എന്നും കൂടെ ഉണ്ടാവുക ഈ ഓർമ്മകളും അനുഭവങ്ങളും മെമ്മറീസുമാണ്. ഇത് എവിടുന്നും പൈസ കൊടുത്ത് വാങ്ങാം, എവിടുന്നേലും പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടുമോ? ഇത് ജീവിതത്തിൽ ഉണ്ടാക്കി തന്നെ വേണം. ഒന്ന് ഉറക്കപ്പാടാ. റെഡിയല്ലേ? കെട്ടിവെച്ച കൈകളൊക്കെ ലൂസാക്കാം, ഒപ്പം കൂടെ എനർജിയിൽ വൻ സെറ്റപ്പിൽ കൂടെ. റെഡിയല്ലേ? Are you ready, guys? Are you ready? Make them nice. Hey, oh, clap എല്ലാവരും. Hey, hey, oh, hey, hey, oh, all of you. Hey, hey, oh, hey, oh, what a day.
നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ, നോവുമ്പോ പച്ചല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ, നോവുമ്പോ പച്ചല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ, നോവുമ്പോ പച്ചല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ.